സ്നേഹം നിറഞ്ഞ പ്രിയ വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 10ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക, എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കേണ്ടി വരും എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക. നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ചോദ്യം വരുന്ന രൂപം മനസ്സിലാക്കാം, ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തത് വന്നിട്ടുള്ളത് സിൽ ബിൽ മുനാസിബി, യോജിച്ചത് ചേർത്തി കൊടുക്കുക എന്നതാണ്. യോജിച്ചത് ചേർത്തി കൊടുക്കുമ്പോൾ നല്ലോണം നോക്കണം. ഫായിലാണോ, മഫ്ഊലാണോ, ജറാണോ, നെസ്ബാണോ, ഒന്നാണോ, രണ്ടാണോ, ആണാണോ, പെണ്ണാണോ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള തൈക്കീദിൻ്റെ ലഫ്ലിയായ തൈക്കീദാണോ മാനവിയായ തൈക്കീദാണോ എന്നൊക്കെ ഒരുപാട് നോക്കിയിട്ട് വേണം നമുക്ക് തിരഞ്ഞെടുക്കാൻ. പെട്ടെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്കെടുത്ത എല്ലാ പാഠങ്ങളും നന്നായി നമ്മൾ നോക്കി വെക്കണം. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കൂ. ഒന്നാമത്തത് ദഹബ സൗജാനി, സൗജാനി വന്നു. സൗജാനി എന്ന് പറഞ്ഞാൽ ഇണയും തുണയും വന്നു. ഈ സൗജാനി എന്നുള്ളത് ദഹബയുടെ ഫായിലാണ്, റഫ് ആണ്. ഇനി കിലാഹുമ എന്ന് പറഞ്ഞാൽ എന്താണ്? കിലാഹുമ എന്ന് പറഞ്ഞാൽ ശക്തിപ്പെടുത്താൻ കൊടുക്കുന്ന പദമാണ്. കിലാഹുമയും കിലൈഹിമയും രണ്ടിനും ഒരേ അർത്ഥം തന്നെയാണ്. അവർ രണ്ടുപേരും തന്നെ വന്നത്, അവർ ഇണയും തുണയും തന്നെയാണ്. അവർ വേറെ ഏതോ ടീമല്ല, അവർ ഭാര്യയും ഭർത്താവും തന്നെയാണ് വന്നത് എന്ന് പറയുന്നതിനാണ് കിലാഹുമയും കിലൈഹുമയും കൊടുക്കുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ കിലാഹുമ എന്തുകൊണ്ട് ഇവിടെ ആദ്യത്തിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൗജാനി എന്നുള്ളത് ഏതിൻ്റെ സ്ഥാനത്താണ്? ഫായിലിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ റഫിൻ്റെ ഘട്ടങ്ങളിൽ നമ്മൾ ഏത് ഉപയോഗിക്കണം? ഫായിൽ എപ്പോഴും റഫാണല്ലോ. അതൊന്നും അറിയാതിരുന്നാൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് വലിയ പ്രയാസം തന്നെ ആയിരിക്കും. ഫായിൽ എപ്പോഴും റഫ് ആണ്. സെയ്ദു, ദഹബ സെയ്ദു, സെയ്ദ് വന്നു. അപ്പോൾ ഫായിലിനെപ്പോഴും ദു എന്നുള്ള ദമ്മായിരിക്കും. അപ്പോൾ റഫിൻ്റെ ഘട്ടത്തിലാണെങ്കിൽ എന്തായിരിക്കും? കിലാഹുമയായിരിക്കും. ഈ കിലാഹുമയുടെ ഏറാബ് ഏതിൻ്റെ ഏറാബാണ്? അതിന് തൊട്ട് മുമ്പ് ഏതാണോ ഉള്ളത് അതിൻ്റെ ഏറാബാണ് കിലാഹുമക്ക് ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ നോക്കൂ. റഅയ്തു, ഞാൻ കണ്ടു. കണ്ടത് ഞാനാണ്, ഫായിൽ ഞാനാണ്. ഇവിടെ നേരത്തെ ഇണയും തുണയും ആയിരുന്നു, ഇവിടെ ഞാനാണ്. ഇനി ആരെയാണ് കണ്ടത്? അൽ വാലിദൈനി, ഉപ്പാനെയും ഉമ്മാനെയും. അപ്പോൾ ഈ വാലിദൈനി ഏതിൻ്റെ സ്ഥാനത്താണ്? മഫ്ഊലിൻ്റെ സ്ഥാനത്താണ് വാലിദൈനി വന്നിട്ട്. നേരത്തെ വന്നതോ ഫായിലിൻ്റെ സ്ഥാനത്ത് വന്നതിനേക്കാണ് നമ്മൾ ശക്തിപ്പെടുത്തിയത്, അവരെന്നെ. ഇപ്പോഴാണെങ്കിലോ മഫ്ഊലിൻ്റെ സ്ഥാനത്ത് വന്നതിനെയാണ് നമ്മൾ ശക്തിപ്പെടുത്തുന്നത്. അങ്ങനെ മഫ്ഊലിൻ്റെ സ്ഥാനത്ത് വന്നതിനെ നിങ്ങൾ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ കിലാഹുമ പറ്റില്ല, കിലൈഹിമ എന്ന് പറയണം. കിലൈഹിമ. മഫ്ഊലിന് എപ്പോഴും നെസ്ബായിരിക്കും. നേരത്തെ പറഞ്ഞല്ലോ, ദഹബ സെയ്ദു, ലറബ സെയ്ദു, സെയ്ദ് അടിച്ചു. ആരടിച്ചു? അമ്രൻ എന്ന് പറയണം. അമ്രി, അമ്രു എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറബി മനസ്സിലായിട്ടില്ല എന്നാണ് ഇതിൻ്റെ ചുരുക്കം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. ഇനി ജാ അൽ വലതു, കുട്ടി വന്നു. കുട്ടി വന്നു എന്ന് പറയുമ്പം നഫ്സുഹു, കുട്ടി തന്നെ വന്നത്. അപ്പോൾ അത് തൈക്കീദാണ്, കുട്ടി തന്നെ വന്നത്. തൈക്കീദ് രണ്ട് ഇനമുണ്ട് നമ്മൾ പറഞ്ഞു. ഒന്ന് അതേ പദം തന്നെ ഉപയോഗിക്കുക, ജാ അൽ വലതു, അൽ വലതു, കുട്ടി തന്നെ വന്നു എന്നുള്ളത്. അല്ലെങ്കിൽ തൈക്കീദിന് ഉപയോഗിക്കുന്ന, ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന അറബിയിലെ ചില പദങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് ഈ കിലേഹുമയും കിലേഹിമയും നഫ്സുഹു കുല്ലുഹു ഒക്കെ അതിൽ പെട്ടതാണ്. അത് വേറെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട്, അത് നിങ്ങൾ ഓർത്തു വെക്കണം. അതിന് തൈക്കീദ് മാനവി എന്നാണ് പറയുക. തൈക്കീദ് ലഫ്ലി ഏതാണ്? ആ പദം അച്ചേൽക്ക് അതുപോലെ പറയുമ്പോഴാണ് ലഫ്ലി വരുന്നത്. ഇനി അഅ്മലു അമലൻ, ഞാൻ പ്രവർത്തനം ചെയ്തു. സോലിഹൻ, നല്ല പ്രവർത്തനം ചെയ്തു. അതൊക്കെ അത്ര എളുപ്പമുള്ളതാണ്, അറബി പഠിക്കുന്നതുകൊണ്ട് വേഗം മനസ്സിലാവും. റഅയ്തു സബ്അ ബക്കറാത്തിൻ, 7 പശുക്കളെ ഞാൻ കണ്ടു. അപ്പോൾ പശുക്കൾക്ക് യോജിച്ചത് ഏതാണ്? അതോടുകൂടെ തന്നെ ബക്കറാത്തിൻ എന്നുള്ളതിന് അവസാനത്തെ അക്ഷരത്തിൻ്റെ ഏറാബ് ഏതാണോ അതും കൂടെ നോക്കിയിട്ട് വേണം തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ബക്കറാത്തിൻ എന്ന് പറയുമ്പോൾ ഇനി അടുത്തിയിൽ എന്ത് വരണം? സിമാനിൻ എന്ന് പറയണം. തടിച്ച 7 പശുക്കളെ കണ്ടു. ഹുന്ന നിസാഉൻ, അവർ സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകളുടെ ലക്ഷണം ഒത്തതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓഫിലാത്തുൻ, ശ്രദ്ധ വിട്ടുപോയവരാണ്. അപ്പോൾ ഓഫിലാത്തുൻ, അവരിപ്പോൾ അശ്രദ്ധയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഓഫിലാത്തുൻ എന്നുള്ളത്, ഓഫിലുൻ എന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം അപ്പുറത്തുള്ളത് പെണ്ണുങ്ങളാണ്, ഓഫിലു എന്ന് പറഞ്ഞാൽ ആണുങ്ങളാണ്. ഹാദാ കൽബുക്ക, ഇത് നിൻ്റെ നായയാണ്. ഇഹ്ബിസുഹു, ഇതിനെ പിടിക്ക്. ഒന്നും കൂടെ പറയുന്നു, ഇഹ്ബിസുഹു. അതെന്താണ്? ലഫ്ലിയായ
തൈക്കീതാണ്. ആ ലഫ്ദിനെ തന്നെ അതേപടി കൊണ്ടുവന്നു. അടുത്തത് തെമ്മീം പൂർത്തിയാക്കാനാണ്. അൽ ഫായിലു. ഫായിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫായിൽ എപ്പോഴാണ് വരിക? ഒരു ക്രിയൻ്റെ ബാക്കിലല്ലേ ഫായിൽ വരിക? ആദ്യം ക്രിയ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഫായിൽ വരും. അപ്പോൾ ഇസ്മുൻ ഒരു ഇസ്മാണ്, ഒരു നാമമാണ്. ഉസ്നിദ ഇലൈഹി ആ നാമത്തിലേക്ക് ചേർത്തിട്ടുണ്ട് ഫിഅലും മുഖദ്ദം മുമ്പുള്ള ആ ക്രിയയെ മുമ്പുള്ള ആ പ്രവൃത്തിയെ ആ ഇസ്മിലേക്ക് ചേർത്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന ഇസ്മാണ് ഫായിൽ. അത് വളരെ എളുപ്പമുള്ളതല്ലേ. രണ്ടാമത്തത് മാ തഅയ്യറ ആഖിറുഹു ബി തഅയ്യുരിൽ അവാമിലി യുസമ്മ. ഇഅ്റാബുകൾ മാറുന്നതിനനുസരിച്ച് അവസാനത്തെ അക്ഷരത്തിൻ്റെ ഹർക്കത്ത് ഫത്ത് ലം കസ്ർ മാറുന്നതാണ് മുഅ്റബ്. മാറാതെ എക്കാലത്തും ഒരേപോലെ നിൽക്കുന്നതാണ് മബ്നിയെ. മനസ്സിലാക്കണം. ഉദാഹരണം മാ എന്ന് പറയുന്ന അക്ഷരം പോലെ മാ എന്നും മായായിരിക്കും. മാൻ്റെ സ്ഥാനത്ത് മീ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇനി എഫ് അലു നോക്ക് നിങ്ങൾ. എഫ് അലു ചിലപ്പോൾ എഫ് ആയിരിക്കും. അതിൻ്റെ മുമ്പിൽ ഒരു അന്ന് വന്നാൽ ഐ എഫ് അല്ല എന്നായി. പിന്നെ ഐ എഫ് അല എന്ന് തന്നെ പറയാൻ പറ്റുമോ? മാറ്റം വരുന്നതുകൊണ്ട് മാറ്റം വരാത്തതുകൊണ്ട്. മാറ്റം വരുന്നത് മുഅ്റബാണ്, വരാതെ കണ്ടിന്യൂ ആയി പോകുന്നത് മബ്നിയാണ്. ഇനി അർ റഫ്ഉ വൻ നസ്ബു യദ്ഖുലാനി. റഫ്ഉം നസ്ബും പ്രവേശിക്കും ഫിൽ അസ്മാഇ വൽ അഫ്ആലി. ഇസ്മിലും ഫീലിലും ഉണ്ടാകുന്നത് ഏതാണ്? റഫ്ഉം നസ്ബുമാണ്. റഫ് ലമ്മാണ്, നസ്ബ് എന്ന് പറഞ്ഞാൽ ഫതഹ്. അപ്പോൾ സൈദ എന്ന് പറയും, സൈദു എന്ന് പറയും. യഫ് അല എന്ന് പറയും, യഫ് അ ലു എന്നും പറയും. ഇനി അടുത്തത് മാല യതഗയ്യുർ. നേരത്തെ പറഞ്ഞത് ആഖിറുഹു ബി തഗയ്യുരിൽ അവാമിലി. ഒരു മാറ്റവും ഇല്ലാതെ. മുമ്പ് പല ആമിലുകൾ വരുന്നുണ്ട്. ചിലപ്പോൾ എഫ് എൽ വരുന്നുണ്ട്, ചിലപ്പോൾ എലിരിവ് വരുന്നുണ്ട്, അങ്ങനെ പലതും മാറുന്നുണ്ട്. പക്ഷേ ഇല എന്നും ഇല തന്നെയല്ലേ, ഫീ എന്നും ഫീ തന്നെയല്ലേ. അപ്പോൾ ഫീ ഒക്കെ മബ്നിയാണ്. ഫാല എന്നും ഫാലയല്ലേ, അതാണ് മബ്നിയിൽ വരുന്നത്. അഞ്ചാമത്തത് ജംഉ മുദക്കർ സാലിം യുർഫഉ ബിൽ വാവി. ജംഉ മുദക്കർ സാലിമിനിക്ക് വാവ് കൊണ്ടാണ് റഫ്. വയുൻസബു വയുജറു. ജറും നസ്ബും കിട്ടുക ഏതുകൊണ്ടാണ്? ബിയാഇൻ യാ കൊണ്ടാണ്. അപ്പോൾ ഈ ജംഉ മുദക്കർ സാലിം ഒരു ഫീലിൻ്റെ ഫായിലിൻ്റെ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ റഫ് ഏതുകൊണ്ടായിരിക്കും? വാവ് കൊണ്ട് അതിനെ വായിക്കണം. എഫ് അലൂന വാവ് കൊണ്ട് വായിക്കണം. ഇനി അത് വരുന്നത് നസ്ബിൻ്റെയോ ജറിൻ്റെയോ ഘട്ടത്തിലാണെങ്കിൽ യാ കൊണ്ട് വായിക്കണം. എഫ് അലീന. നേരത്തെ വായിച്ചത് എഫ് അലൂന എന്നായിരുന്നു. എഫ് അലീന അങ്ങനെ വായിക്കണം. ഇനി അടുത്തത് അജീബ് ഉത്തരം എഴുതാനാണ്. കൈഫ യുജാലുൽ മാലി മജ്ഹൂലൻ. മാലിയെ എങ്ങനെയാണ് മജ്ഹൂലാക്കുന്നത്? മാലി മഅറൂഫിനെ എങ്ങനെ മാലി മജ്ഹൂലാക്കുന്നു? അഥവാ ഫഅല എന്നുള്ളതിനെ എങ്ങനെ ഫുയിലയാക്കുന്നു? ഫഅല മാലി മഅറൂഫാണ്, അതിനെ മാലി മജ്ഹൂലാക്കൽ ഫുയിലയാണ്. ബി ലമ്മി അവലിഹി. ആദ്യത്തെ അക്ഷരത്തിൽ ലമ്മ് കൊടുക്കുക, ഫൂ നാക്കുക. വ കസിരി മാ ഖബലൽ ആഖിരി. അതിൻ്റെ അവസാനത്ത് മുമ്പുള്ള അക്ഷരത്തിന് കെസറും കൊടുക്കുക. ഫുയിലയിലെ അവസാനത്തെ മുമ്പുള്ള അക്ഷരം ഈ എന്നാണ്, അതിന് കെസർ കൊടുത്ത് ഈ നാക്കി. അപ്പോൾ ഫഅലയെ എങ്ങനെ ഫുയിലയാക്കാം എന്നുള്ളതാണ് ഈ ചോദ്യം. ഇനി രണ്ടാമത്തത് കൈഫ യുജാലുൽ ഫീലു സുലാസിയു മുതഅദ്ദിയൻ. ഒരു 3 അക്ഷരമുള്ള ഫീലിനെ എങ്ങനെ മഫ്ഊലിലേക്ക് കൂടെ വിട്ടുകടപ്പിക്കാൻ പറ്റും? ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നോക്കൂ. ലറബ അടിച്ചു, സെയ്ദ് അടിച്ചു. ആരടിച്ചു? അംറിനെ അടിച്ചു. അതിൽ മഫൂലും വരുന്നുണ്ട്. ആദ്യത്തേത് ഫായിൽ, രണ്ടാമത്തെ മഫൂല. എന്നാൽ ഖറജ എന്ന് നോക്ക് നിങ്ങൾ. ഖറജ എന്ന് പറഞ്ഞാൽ 3 അക്ഷരമാണ്. പുറപ്പെട്ടു എന്നാണ്. സെയ്ദ് പുറപ്പെട്ടു. അംറിനെ പുറപ്പെട്ടു എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അംറിനെ പുറപ്പെട്ടു എന്ന ഒരർത്ഥത്തിലേക്ക് അംറും കൂടെ അവിടെ വരുന്ന അവസ്ഥയിലേക്ക് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്താൽ മതി? അതാണ് പറയുന്നത്. ലഅഫത്ത് ഐനുൽ ഫീൽ. അതിൻ്റെ ഐൻ ഫീൽ രണ്ടാമത്തെ ഫീലിനെ ശക്തിപ്പെടുത്തുക. അപ്പോൾ ഖറജ എന്നുള്ളതിനെ ഖറജയാക്കുക. രണ്ടാമത്തത് റാ അല്ലേ, ഖറജയാക്കിയാൽ പുറപ്പെടിച്ചു എന്നാകും. അതുപോലെ തന്നെ ഔ അദ്ഖൽത അലയിൽ ഹംസത്ത, അല്ലെങ്കിൽ ഹംസയെ ആക്കുക, അതിൻ്റെ തുടക്കത്തിൽ കൊടുക്കുക. ഖറജൻ്റെ മുമ്പ് ഒരു ഹംസ കൊടുത്തു നോക്ക്, അഖ്റജ. അപ്പോൾ പുറപ്പെടിച്ചു എന്നാവും, പുറപ്പെടിയിച്ചു. അപ്പോൾ റെഡിയായില്ലേ? സെയ്ദ് അംറിനെ പുറപ്പെടിയിച്ചു. വെരി സിമ്പിളാണ്. ഒരു മുതഅദ്ദി സുലാസി ഫീലിനെ എങ്ങനെ മുതഅദ്ദിയാക്കാം? അതിൻ്റെ ഐൻ ഫീലിനെ ശക്തിപ്പെടുത്തുകയോ തുടക്കത്തിൽ ഹംസ കൊടുക്കുകയോ ചെയ്യുക. അൽ മുതഅദ്ദി മാഹുവ. മുതഅദ്ദി എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഫീലുൽ ലദി യതഅദ്ദ ഇലാ മഫ്ഊലിൻ ബിഹി. മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്ന മഫ്ഊലും കൂടെ ഉണ്ടാകുന്നതാണ് മുതഅദ്ദിയായ ഫീൽ എന്ന് പറഞ്ഞാൽ. യുക്കാലു ലഹു മുതഅദ്ദിൻ. അതിനാണ് മുതഅദ്ദി എന്ന് പറയുന്നത്. ഇനി കമ്മിൽ ഫറാബിൻ നക്തിൻ മുനാസിബ. യോജിച്ച വിശേഷണം കൊടുക്കാനാണ്. അതിന് അറബി പദസമ്പത്ത് നമുക്ക് വേണം. പാഠം നന്നായി വായിക്കണം.
ഓരോ അറബിയുടെയും അർത്ഥങ്ങൾ നമുക്കുണ്ടായിരിക്കണം. അൽ വലതു കുട്ടിയ സോലിഹു നല്ല കുട്ടി യദൂലി അബവൈഹി ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യും. ഷംസുൽ ഉലമ ആലിമുൻ പണ്ഡിതനാണ്. പണ്ഡിതൻ എന്നുള്ളതിനൊരു വിശേഷണം കൂടെ കൊടുക്കും നിങ്ങൾ. കബീറുൻ വലിയ പണ്ഡിതൻ. ഇഷ്തറയത്തു ഞാൻ വാങ്ങി കിതാബാണ് വാങ്ങിയത്. കിതാബിനൊരു വിശേഷണം നിങ്ങൾ പറഞ്ഞ് ജദീദൻ പുതിയ കിതാബ്. നാലാമത്തത് അദ്ദജാജത്തു കോഴിക്കൊരു വിശേഷണം പറഞ്ഞ് മൗക്കൂലത്തുൻ കോഴിയെ ഭക്ഷിക്കപ്പെടും. ബിഅത്തു സയ്യാറത്തൻ ഞാനൊരു കാറ് വാങ്ങി. കാറിന് നിങ്ങൾക്കൊരു വിശേഷണം പറയാൻ പറ്റുമോ? നിങ്ങൾ ജദീദത്തുൻ എന്ന് പറയും. ജദീദത്തുൻ എന്ന് പറയാൻ കാരണം എന്താണ്? സയ്യാറത്തുൻ എന്നുള്ളതിൽ താവുണ്ട്. അപ്പോൾ അവിടെ താവുണ്ടോ നോക്കിയിട്ട് ഇവിടെയും താവ് കൊടുക്കണേ. അതും കൂടെ ശ്രദ്ധിക്കണം. അവസാനത്തെ അക്ഷരത്തിന് അതിലേതാണോ അത് തന്നെ ഇവിടെയും വരണം. ഇവിടെ കൊടുത്തിരിക്കുന്നത് കദീമത്തുൻ പഴയ കാറ് വാങ്ങി എന്നുള്ളതാണ്. ഇനി ഉക്തുബ് ഇസ്നൈനി 2 എഴുതാനാണ്. അസ്മാ ഉ സിത്ത 6 നാമങ്ങളില്ലേ? ഏതൊക്കെയാണ്? അബൂക്ക, അഹൂക്ക, ഹനൂക്ക, ഹമൂക്കി, ഫൂക്ക, സൂ മാലിൻ. ഇതിൻ്റെയൊക്കെ ഏറാബ് പഠിച്ചു വെക്കുക. വാവ് കൊണ്ട് റഫ്, പിന്നെ അലിഫ് കൊണ്ട് നെസ്ബ്, യാവ് കൊണ്ട് ജറ് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇനി അംസിലത്തുൽ ഹംസ ഏതൊക്കെയാണ്? എഫലാനി, എഫലൂന, തഫലാനി, തഫലീന, തഫലൂന. ഇതാണ് ഹംസിലത്തുൽ ഹംസ. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് സൊഹീൽ ഖതഹ വകുതുബി സഹീഹ തെറ്റുള്ളത് ശരിയാക്കിയതാണ്. അൽ അംസിലത്തുൽ ഹംസ തുർഫൗ ബി സുബൂത്തിൽ മീമിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ടാണ് റഫ്. തുർഫൗ ബി സുബൂത്തിൽ നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ടാണ് അംസിലത്തുൽ ഹംസക്ക് റഫ് വരുന്നത്. ഇനി രണ്ടാമത്തത് യത്ബഉ നഅ്തു തുടരും. അൽ മൻഊത്തിനോട് നഅ്തു തുടരും. ഫിൽ ഇസ്മ് എന്നാണ്. ഇസ്മ് നല്ല ഏറാബ് എന്നാണല്ലോ. ഇപ്പോൾ സെയ്ദുൻ ജമീലുൻ ഭംഗിയുള്ള സെയ്ദ് എന്ന് പറയുമ്പോൾ അപ്പോൾ ആ സെയ്ദിനോട് തുടരുന്നത് ഏതാണ്? ജമീലുൻ എന്നുള്ളതിൽ ലുൻ എന്നുള്ളതിന് റഫ് കൊടുക്കണം. അപ്പോൾ ഏറാബിൻ്റെ വിഷയത്തിലാണ് നഅ്ത് മൻഊത്തിനോട് തുടരുക. അൽ ഫീലുൽ ലദീ ലാ യതദഇല മഫ്ഊലി യുഖാലു ലഹു ഇസ്മ് എന്നാണോ പറയുക? അല്ല. മുതഅദ്ദിയിലേക്ക് മഫ്ഊലിലേക്ക് വിട്ട് കടക്കാത്ത ഫീലിനെ കുറിച്ച് എന്താ പറയുക? ലാസിം എന്നാണ് പറയുക. ലാസിമായ ഫീല് അത് മഫ്ഊലിലേക്ക് വിട്ട് കിടക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖറജ പുറപ്പെട്ടു, അത് മഫ്ഊൽ ഉണ്ടാവില്ലല്ലോ അതിന്. അങ്ങനത്തെ ഫീലിന് ലാസിമായ ഫീൽ എന്ന് പറയും. മഫ്ഊലും കൂടി വരുന്ന ഫീലാണെങ്കിൽ മുതഅദ്ദി എന്ന് പറയും. തെർജിം ഇസ്തൈഖൽതു മിനൻ നൗമി ബുക്റത്തൻ ഉറക്കിൽ നിന്നും ഞാൻ നേരത്തെ ഉണർന്നു. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്ന് മനസ്സിലായി. 6 പാഠങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ട്. നന്നായി വായിച്ച് പഠിക്കുക. മനസ്സിലാവാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഉസ്താദ്മാരോട് വാട്സപ്പിലൂടെ ഡൗട്ട് ചോദിച്ച് പഠിച്ചു വെക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഈ പരീക്ഷയിൽ നല്ല മാർക്കുണ്ടാവട്ടെ, മുഴുവൻ മാർക്കുണ്ടാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നല്ല വീഡിയോ ചെയ്യാനുള്ള നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക, ലൈക്ക് കൊടുക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മനസ്സിലായെങ്കിൽ നിങ്ങൾ നന്ദിയായിട്ട് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക.